എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരനാണ് വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മൂർക്കോത്ത് കുമാരൻ 1906 വിദ്യാലയം മാസിക ആരംഭിച്ചത്. ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ജീവചരിത്രകാരൻ കൂടിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആയിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തിരുവിതാംകൂർ സർക്കാരിലെ ചീഫ് സെക്രട്ടറി പദവിയിലിരിക്കുമ്പോഴാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ദീനബന്ധു CF ആൻഡ്രൂസ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് ദീനബന്ധു CF ആൻഡ്രൂസ് ആണ്. 1928 ശിവഗിരിയിൽ വെച്ചാണ് CF ആൻഡ്രൂസ് ഗുരുവിനെ സന്ദർശിച്ചത്. ഗാന്ധിജിയുടെ അടുത്ത സുഹൃത്തായ ഇദ്ദേഹം ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശിഷ്യനെന്നും അറിയപ്പെടുന്നു. കരയുന്നവർക്ക് ജീവിക്കാനുള്ള ലോകം അല്ലിത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് കരയുന്നവർക്ക് ജീവിക്കാനുള്ള ലോകം അല്ലിത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ. 1912 കൊച്ചി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തി പുരസ്കരിച്ച് KP കറുപ്പൻ രചിച്ച നാടകത്തിൻ്റെ പേര്? ബാലകലേശം. 1912 കൊച്ചി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തി പുരസ്കരിച്ച് KP കറുപ്പൻ രചിച്ച നാടകമാണ് ബാലകലേശം. ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരൻ. ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. 1938 ആലുവയിൽ നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ബോധേശ്വരൻ ഈ ഗാനം ആദ്യമായി ആലപിച്ചത്. അദ്ദേഹം ഒരു പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയും ആയിരുന്നു. നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? KP കേശവമേനോൻ. KP കേശവമേനോനാണ് നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത്. കാഷായം ധരിക്കാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്ന പേരിൽ അറിയപ്പെട്ടത്. കൊല്ലവർഷം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം? മാമ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനമാണ് മാമ്പള്ളി ശാസനം. കൊല്ലവർഷം 149, അതായത് AD 974 മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം? കാരാട്ട് ഗോവിന്ദമേനോൻ. കാരാട്ട് ഗോവിന്ദമേനോൻ എന്നതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം. കാംഗ്ര താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലാണ് കാംഗ്ര താഴ്വര സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല സ്ഥിതി ചെയ്യുന്നത് കാംഗ്ര താഴ്വരയിലാണ്. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ ആസ്ഥാനമാണിവിടം. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന സ്റ്റീൽ പ്ലാന്റ്. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ സംയോജിത ഉരുക്ക് നിർമ്മാണശാലയാണ്. നടൻ ഗോപിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രം? കൊടിയേറ്റം. നടൻ ഗോപിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് കൊടിയേറ്റം. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നത്. മലയാളത്തിൽ ആദ്യത്തെ ഓഡിയോ നോവലായ ഇതാണെൻ്റെ പേര് രചിച്ചത്? സക്കറിയ. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലായ ഇതാണെൻ്റെ പേര് രചിച്ചത് സക്കറിയയാണ്. പ്രായമായവരിലെ രോഗങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങളുടെയും ചികിത്സയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രത്യേക
വൈദ്യശാസ്ത്ര ശാഖ? ജെറിയാട്രിക്സ് ആണ് പ്രായമായവരിലെ രോഗങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങളുടെയും ചികിത്സയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖ. ജെറിയാട്രിക്സ് വാർദ്ധക്യകാല രോഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പൊതുവായ പഠനത്തെ ജെറന്റോളജി എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യൻ തപാൽ വകുപ്പ് നീലക്കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2006. ഇന്ത്യൻ തപാൽ വകുപ്പ് നീലക്കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2006 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സസ്യമാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയനാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ടത്തിലെ ചോലവനങ്ങളിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി? സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഏജൻസി 1767 സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ശാസ്ത്രീയ വകുപ്പാണിത്. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. 1989 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അക്ഷരം എന്ന കവിതാ സമാഹാരം ഇദ്ദേഹത്തിൻ്റെതാണ്. ആണവ റിയാക്ടർ ധ്രുവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? മുംബൈയിലാണ് ആണവ റിയാക്ടറായ ധ്രുവ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർച്ച് റിയാക്ടറാണ് ധ്രുവ. ഇത് ട്രോംബെയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. യുക്തിവാദി മാസികയുടെ പത്രാധിപരായത്? സഹോദരൻ അയ്യപ്പനായിരുന്നു യുക്തിവാദി മാസികയുടെ പത്രാധിപരായിരുന്നത്. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്? കിങ് മാനുവൽ ഒന്നാമനായിരുന്നു വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. 1498 വാസ്കോഡഗാമ കോഴിക്കോടിലെ കാപ്പാട് എത്തുമ്പോൾ പോർച്ചുഗീസ് രാജാവായിരുന്നു മാനുവൽ ഒന്നാമൻ. ഇദ്ദേഹത്തെ ദ ഫോർച്യുനേറ്റ് എന്നും വിളിക്കാറുണ്ട്. മഹാളി രോഗം ഏത് സസ്യത്തെ ബാധിക്കുന്നു? കവുങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് മഹാളി രോഗം. ഫംഗസ് ബാധ മൂലമാണ് കവുങ്ങിൽ രോഗമുണ്ടാകുന്നത്. ബോർഡോ മിശ്രിതം ഇതിന് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കനാലുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കനാലുകളുള്ള സംസ്ഥാനം. ആദ്യത്തെ ആധികാരിക മലയാള വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനീയം രചിച്ചത് ആരാണ്? AR രാജരാജവർമ്മയാണ് ആദ്യത്തെ ആധികാരിക മലയാള വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനീയം രചിച്ചത്. AR രാജരാജവർമ്മയെ കേരള പാണിനി എന്ന് വിളിക്കുന്നു. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം? 1906. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ചത് 1906 ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുമ്പോഴാണ് ഗാന്ധിജി തീരുമാനമെടുത്തത്. ഇതേ വർഷമാണ് അദ്ദേഹം ആദ്യമായി സത്യാഗ്രഹം എന്ന സമരമുറ പരീക്ഷിച്ചതും. തിരുവിതാംകൂറിൽ മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് തിരുവിതാംകൂറിൽ മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത്. കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത് ഏത് സർവകലാശാലയാണ്? മദ്രാസ് സർവകലാശാലയാണ് കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത്. 1922 മദ്രാസ് സർവകലാശാല ആശാനി ബഹുമതി നൽകിയത്. ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം? ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം. റെഫ്രിജറേറ്ററുകളിലും എയർ കണ്ടീഷണറുകളിലും ഉപയോഗിക്കുന്ന ഗ്യാസാണിത്. ഇത് ഓസോൺ പാളിയിലെ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. സമുദ്രജലം നീല നിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം? വിസരണമാണ് സമുദ്രജലം നീല നിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. പ്രകാശത്തിന്റെ വിസരണം വിശദീകരിച്ചത് CV രാമനാണ്. ഇതിനാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം? പല്ലിലെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം.
കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിവ കൊണ്ടാണ് ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് പുനർനിർമ്മാണ ശേഷി ഇല്ല. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസം. പിത്തരസമാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം. പിത്തരസം പിത്താശയത്തിലാണ് സംഭരിച്ചു വെക്കുന്നത്. കൊഴുപ്പിന്റെ ദഹനത്തിന് ഇത് സഹായിക്കുന്നു. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ഏതാണ്? 1984. 1984 രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത്. സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 എന്ന പേടകത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. പ്രകൃതിയിലെ ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലം. ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം. ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്നത് ഈ ബലമാണ്. നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമായ പ്രവർത്തന തത്വം. ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷനാണ് നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമായ പ്രവർത്തന തത്വം. ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയം ആറ്റങ്ങളായി മാറുന്ന പ്രക്രിയയാണിത്. ഇതിലൂടെ വൻതോതിൽ ഊർജം പുറന്തള്ളപ്പെടുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ആർഗൺ. ആർഗണാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം. അന്തരീക്ഷവായുവിലെ ആർഗണിന്റെ അളവ് ഏകദേശം 0.93%. വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് കരിയുന്നത് തടയാൻ ആർഗൺ നിറയ്ക്കാറുണ്ട്. ഹേബർ പ്രക്രിയ കണ്ടുപിടിച്ചത്? ഫ്രിറ്റ്സ് ഹേബർ. ഫ്രിറ്റ്സ് ഹേബർ ആയിരുന്നു ഹേബർ പ്രക്രിയ കണ്ടുപിടിച്ചത്. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. 1964 മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി MES സ്ഥാപിച്ചത്? ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ. ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ ആയിരുന്നു 1964 മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത്. കേരളത്തിലെ കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ. കണ്ണൂരിലാണ് കേരളത്തിലേക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത്. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖല ഏത് ഭാഷയിലേതാണ്? കന്നഡ. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖല കന്നഡ ഭാഷയിലേതാണ്. കരളിൽ നിന്ന് മലത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന മഞ്ഞ പിഗ്മെന്റ് ഏതാണ്? ബിലിറൂബിൻ. കരളിൽ നിന്ന് മലത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന മഞ്ഞ പിഗ്മെന്റിന്റെ പേരാണ് ബിലിറൂബിൻ. ചുവന്ന രക്താണുക്കളുടെ വിഘടനത്തിലൂടെയാണ് ബിലിറൂബിൻ ഉണ്ടാകുന്നത്. ഇതിന്റെ അളവ് രക്തത്തിൽ കൂടിയാൽ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നു. റോയൽ ഡിസീസ് എന്ന് വിളിക്കപ്പെട്ട അസുഖം? ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് റോയൽ ഡിസീസ് എന്ന പേരിൽ വിളിക്കപ്പെട്ട അസുഖം. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗങ്ങളിൽ ഈ രോഗം കണ്ടുവന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണിത്. ഏതു തരം തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം? അനുദൈർഘ്യ തരംഗം. അനുദൈർഘ്യ തരംഗം എന്ന തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം. എന്താണ് മെലോഫോബിയ? സംഗീതത്തോടുള്ള പേടി. സംഗീതത്തോടുള്ള പേടിയാണ് മെലോഫോബിയ. കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം? ഓഡിയോമീറ്റർ. ഓഡിയോമീറ്ററാണ് കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബലാണ്. മനുഷ്യന് കേൾക്കാവുന്ന ശബ്ദപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് പ്രസിഡന്റ് ആരാണ്? ജിയാങ് സെമൻ. ജിയാങ് സെമനാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് പ്രസിഡന്റ്. 1996 ജിയാങ് സെമൻ ഇന്ത്യ സന്ദർശിച്ചത്. ഇതിനു മുൻപ് ഒരു ചൈനീസ് പ്രസിഡന്റും ഇന്ത്യ സന്ദർശിച്ചിരുന്നില്ല. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗർഭ? ഗുജറാത്ത്. ഗുജറാത്ത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ് ഗർഭ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗുജറാത്തിൽ ഗർഭ നൃത്തം പ്രധാനമായും അവതരിപ്പിക്കുന്നത്. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പഴശ്ശി അണക്കെട്ടിന്റെ മറ്റൊരു പേര്? കുളൂർ ബാരേജ്. കുളൂർ ബാരേജ് എന്നതാണ് പഴശ്ശി അണക്കെട്ടിന്റെ മറ്റൊരു പേര്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗത നികുതി ഏതാണ്? ടോൾ. പാലം, റോഡ്
എന്നിവയിലൂടെയുള്ള ഗതാഗത നിധിയുടെ പേര് ടോൾ എന്നാണ്. ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയുടെ അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ ആരാണ്? സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫാണ് ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയുടെ അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിനായി നിർമ്മിക്കപ്പെട്ട അതിർത്തി നിർണയ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഈ അതിർത്തി രേഖയെ റാഡ്ക്ലിഫ് ലൈൻ എന്നും വിളിക്കുന്നു. പ്രവേഗത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡാണ് പ്രവേഗത്തിന്റെ SI യൂണിറ്റ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിലുള്ള ആകർഷണ ബലമാണിത്. ഐസക് ന്യൂട്ടനാണ് ഇതിന്റെ നിയമങ്ങൾ ആവിഷ്കരിച്ചത്. പ്രകാശത്തിന് ഏറ്റവും വേഗം കുറഞ്ഞ മാധ്യമം ഏതാണ്? വജ്രം. പ്രകാശത്തിന് ഏറ്റവും വേഗം കുറഞ്ഞ മാധ്യമമാണ് വജ്രം. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലും ആണ്. ഏത് നദിയാണ് പുരാതന കാലത്തെ പരുഷ്ണി എന്ന് അറിയപ്പെട്ടിരുന്നത്? രവി. രവി നദിയാണ് പുരാതന കാലത്ത് പരുഷ്ണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ് ആണ് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത്. ഏത് നദിക്ക് കുറുകെയാണ് ഉത്തർപ്രദേശിലെ മാളവ്യ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്? ഗംഗ. ഗംഗ നദിക്ക് കുറുകെയാണ് ഉത്തർപ്രദേശിലെ മാളവ്യ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. വാരാണസിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം റെയിൽ റോഡ് സൗകര്യമുള്ളതാണ്. ഇതിന് ഡഫറിൻ ബ്രിഡ്ജ് എന്നും പേരുണ്ടായിരുന്നു. ഏത് മതവിശ്വാസികളുടെ ആരാധനാലയമാണ് ഫയർ ടെമ്പിൾ? പാഴ്സി അല്ലെങ്കിൽ സൊറാസ്ട്രിയൻ. പാഴ്സി അല്ലെങ്കിൽ സൊറാസ്ട്രിയൻ മതവിശ്വാസികളുടെ ആരാധനാലയമാണ് ഫയർ ടെമ്പിൾ. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം ഏതാണ്? 1995. 1995 ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്നത്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് VSNL ആണ് ഇന്ത്യയിൽ ആദ്യമായി പൊതുജനങ്ങൾക്ക് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കിയത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത് 1998. 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത്. തിരുവനന്തപുരം ആസ്ഥാനമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. രാജ്യാന്തര ചലച്ചിത്രമേള IFFK സംഘടിപ്പിക്കുന്നത് ഈ അക്കാദമിയാണ്. ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതി രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതി രചിച്ചത്. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാള കവി G. ശങ്കരക്കുറുപ്പ്. G. ശങ്കരക്കുറുപ്പാണ് രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാള കവി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്, എന്നാൽ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകാശവർഷം. പ്രകാശവർഷം എന്നാണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത്. ഹോർമോണുകളെ വഹിക്കുന്ന ദ്രാവക കല ഏതാണ്? രക്തം. രക്തമാണ് ഹോർമോണുകളെ വഹിക്കുന്ന ദ്രാവക കല. രക്തത്തിലെ പ്ലാസ്മ വഴിയാണ് ഹോർമോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ? പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ ആണ് ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ. അണ്ഡാശയത്തിലെ കോർപ്പസ് ലൂട്ടിയം എന്ന ഭാഗമാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനെ ഗർഭകാല ഹോർമോൺ എന്നും വിളിക്കുന്നു. യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി? തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥിയാണ് യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി. പ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലിംഫോസൈറ്റുകൾ പാകപ്പെടുന്നത് ഇവിടെയാണ്. പ്രായം കൂടുന്തോറും ഈ ഗ്രന്ഥി ചുരുങ്ങുന്നു. ആലത്തൂർ സിദ്ധാശ്രമം സ്ഥാപിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ സിദ്ധാശ്രമം സ്ഥാപിച്ചത്.
കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി ആരാണ്? ജോൺ മത്തായി. ജോൺ മത്തായി ആയിരുന്നു കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രി കൂടിയായിരുന്നു ജോൺ മത്തായി. 1950 ആദ്യ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതും ഇദ്ദേഹമായിരുന്നു. പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ? കലാമണ്ഡലം കൃഷ്ണൻ നായർ. കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ. മാപ്പിള കവികളുടെ കുലഗുരു എന്നറിയപ്പെടുന്നത്? മോയിൻകുട്ടി വൈദ്യർ. മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിള കവികളുടെ കുലഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം? പ്ലീഹ, സ്പ്ലീൻ. പ്ലീഹയാണ് ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം. ചുവന്ന രക്താണുക്കളുടെ ആയുസ് ഏകദേശം 120 ദിവസമാണ്. അതിനുശേഷം അവ പ്ലീഹയിൽ വെച്ച് നശിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ്? വോയേജർ 1. വോയേജർ 1 ആണ് ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ വസ്തു. 1977 നാസ വോയേജർ 1 വിക്ഷേപിച്ചത്. ഇതിപ്പോൾ സൗരയൂഥത്തിന് പുറത്തുള്ള ഇന്റർസ്റ്റെല്ലാർ സ്പേസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും സൂര്യന് ചുറ്റുമുള്ള പരിക്രമണവും ചേർന്ന് ഭൂമിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്താണ്? ഋതുക്കളുടെ മാറ്റം. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും സൂര്യന് ചുറ്റുമുള്ള പരിക്രമണവും ചേർന്നാണ് ഭൂമിയിൽ ഋതുക്കൾ മാറി മാറി ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഇരുമ്പ്. ഇരുമ്പാണ് ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കാവ്യത്തിലെ നായിക? ചന്ദ്രിക. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കാവ്യത്തിലെ നായികയുടെ പേര് ചന്ദ്രിക എന്നാണ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാവ്യങ്ങളിൽ ഒന്നാണ് രമണൻ. ചങ്ങമ്പുഴയുടെ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ജീവിതമാണ് ഇതിന് ആധാരം. കേരളത്തിലെ പ്രഥമ മന്ത്രിസഭ പിരിച്ചുവിടാൻ ഇടയാക്കിയ പ്രക്ഷോഭം? വിമോചന സമരം. വിമോചന സമരമായിരുന്നു കേരളത്തിലെ പ്രഥമ മന്ത്രിസഭ പിരിച്ചുവിടാൻ ഇടയാക്കിയ പ്രക്ഷോഭം. 1959 വിമോചന സമരം നടന്നത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല? മലപ്പുറം. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലായിരുന്നു. 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകനാരാണ്? വൈദ്യരത്നം PS വാര്യർ. വൈദ്യരത്നം PS വാര്യർ ആയിരുന്നു കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ. കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം? കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം. ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം? ഭൂമി. ഭൂമിയാണ് സൗരയൂഥത്തിൽ ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ. എന്നാൽ ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ ഇല്ല. അന്തരീക്ഷവായുവിലെ ഓക്സിജന്റെ ഏകദേശ അളവ് എത്രയാണ്? 21%. അന്തരീക്ഷവായുവിലെ ഓക്സിജന്റെ ഏകദേശ അളവ് 21%. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. 78% നൈട്രജനാണ്. രണ്ടാമത്തെ വലിയ അളവിലുള്ള വാതകമാണ് ഓക്സിജൻ. ഭൂമിയിൽ എത്ര വൻകരകളാണ് ഉള്ളത്? 7. ഭൂമിയിൽ 7 വൻകരകളാണ് ഉള്ളത്. ഏറ്റവും വലിയ വൻകര ഏഷ്യയും ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയയുമാണ്. ഇന്ന് നിലവിലുള്ള ദേശീയ പതാകയുടെ രൂപം അംഗീകരിച്ച തീയതി? 1947 ജൂലൈ 22. ഇന്ന് നിലവിലുള്ള ദേശീയ പതാകയുടെ രൂപം അംഗീകരിച്ചത് 1947 ജൂലൈ 22 ആയിരുന്നു. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ്? കേരളവർമ്മ ഏഴാമൻ. കേരളവർമ്മ ഏഴാമനാണ് ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ്. ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ രചന നടത്തിയിരുന്നത്? ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ രചന നടത്തിയിരുന്നത്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു ഇദ്ദേഹം. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയ മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ ഇദ്ദേഹമായിരുന്നു. ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെട്ടത്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ്
ആത്മീയ വിപ്ലവകാരി എന്ന പേരിൽ അറിയപ്പെട്ടത്? ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളാണ് ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്നത്. വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്ന് പറഞ്ഞത്? അയ്യങ്കാളി. അയ്യങ്കാളിയുടെ വാക്കുകളായിരുന്നു വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താൻ എന്ന് പറഞ്ഞതാര്? കുമാരനാശാൻ. കുമാരനാശാന്റെ വാക്കുകളായിരുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താൻ എന്നത്. ആശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണിവ. ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു ഈ വരികൾ. ഇന്ത്യയിൽ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം? തലശ്ശേരി. കണ്ണൂരിലെ തലശ്ശേരിയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്ന കീലേരി കുഞ്ഞിക്കണ്ണൻ ഇവിടെയാണ് ആദ്യ പരിശീലന കേന്ദ്രം തുടങ്ങിയത്. കൽക്കരി രൂപം കൊള്ളുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാർബണൈസേഷൻ. കാർബണൈസേഷൻ എന്നാണ് കൽക്കരി രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ഭൂമിക്കടിയിൽ ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും സസ്യങ്ങൾ കൽക്കരിയായി മാറുന്ന പ്രക്രിയയാണിത്. ഇതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ആവശ്യമാണ്. തുരിശിന്റെ രാസനാമം? കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്നാണ് തുരിശിന്റെ രാസനാമം. തുരിശ് ജലം ശുദ്ധീകരിക്കാനും കൃഷിയിൽ കുമിൾനാശിനിയായും ഉപയോഗിക്കുന്നു. ഇത് നീല നിറത്തിലുള്ള സ്ഫടിക രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹോർമോൺ? ഇൻസുലിൻ. ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹോർമോൺ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ നിർമ്മിക്കുന്നത്. ഇതിന്റെ കുറവ് പ്രമേഹത്തിന് കാരണമാകുന്നു. തൈറോക്സിന്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ? ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഇതിന്റെ നിർമ്മാണത്തിന് അയഡിൻ അത്യാവശ്യമാണ്. ഏതു വിഭാഗത്തിൽപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം? മടക്കുപർവ്വതം. മടക്കുപർവ്വത വിഭാഗത്തിൽപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ടെത്തിസ് കടൽ എന്നറിയപ്പെട്ടിരുന്ന ഭാഗം ഭൂമിയിലെ പാളികളുടെ സമ്മർദ്ദം മൂലം മുകളിലേക്ക് ഉയർന്നു വന്നതാണ് ഹിമാലയം. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? എഡ്വിൻ ലൂട്ടൻസ്. എഡ്വിൻ ലൂട്ടൻസ് ആണ് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മരണക്കായാണ് ഇത് നിർമ്മിച്ചത്. രാഷ്ട്രപതി ഭവനം രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമാണ്. ആമാശയത്തിലെ ആസിഡ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്നത്? ആന്റാസിഡുകൾ. ആന്റാസിഡുകൾ എന്നാണ് ആമാശയത്തിലെ ആസിഡ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്നത്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറത്തുവരുന്ന വിഷവാതകം? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആണ് വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറത്തുവരുന്ന വിഷവാതകം. കൽക്കരിയും പെട്രോളിയവും അപൂർണമായി കത്തുമ്പോഴാണ് ഈ വാതകം ഉണ്ടാകുന്നത്. ഇത് ശ്വസിക്കുന്നത് മരണത്തിന് വരെ കാരണമായേക്കാം. കൊഴുപ്പിലടങ്ങിയ ആസിഡ് ഏതാണ്? സ്റ്റിയറിക് ആസിഡ്. സ്റ്റിയറിക് ആസിഡ് ആണ് കൊഴുപ്പിലടങ്ങിയിരിക്കുന്ന ആസിഡ്. പൂരിത കൊഴുപ്പുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ഫാറ്റി ആസിഡാണ് സ്റ്റിയറിക് ആസിഡ്. സോപ്പ് നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.